ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര ബിജെപിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ ആകുമോ? യാത്രയുടെ സഞ്ചാരപാതയിൽ ആളുകൂടുന്നില്ലായിരുന്നുവെങ്കിൽ എൻഡിഎക്ക് ആശങ്കയ്ക്ക് വകയുണ്ടായിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോട്ടർ അധികാർ യാത്ര ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നത് ബിജെപിക്ക് തലവേദനയായിരിക്കുകയാണ്. പാർട്ടിയിലെയും സഖ്യകക്ഷികളിലെയും പ്രമുഖ നേതാക്കളെ അണിനിരത്തി ഐക്യത്തിന്റെ സന്ദേശം നൽകി പ്രതിപക്ഷത്തിന് പിന്തുണ നൽകുന്ന വിഭാഗങ്ങളുടെ ഏകീകരണം തടയാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. രാഹുലും തേജസ്വി യാദവും നയിക്കുന്ന യാത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നുവെന്ന ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ യാത്രയിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നുവെന്നാണ് വിലയിരുത്തൽ. SIR എൻഡിഎയ്ക്കും ഗുണം ചെയ്തില്ലെന്നാണ് ചില ബിജെപി നേതാക്കളുടെ ആശങ്ക. കരട് പട്ടികയിൽ നിന്ന് പല എൻഡിഎ വോട്ടർമാരും പുറത്തായി കാണുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനൊപ്പം വഖഫ് ഭേദഗതി നിയമം കൂടി വന്നതോടെ RJDക്കും കോൺഗ്രസിനും അനുകൂലമായി മുസ്ലിം യാദവ വോട്ട് ഏകീകരണം സംഭവിച്ചിരിക്കാമെന്നാണ് ബീഹാറിലെ ഒരു മുതിർന്ന ബിജെപി നേതാവ് അഭിപ്രായപ്പെട്ടത്. അതിനിടെ ജൻസ്വരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ വിവിധ കേസുകളിലെ ക്രമക്കേടുകളും അഴിമതിയും ആരോപിച്ച് ബീഹാറിലെ സംസ്ഥാന ബിജെപി നേതൃത്വത്തിനെതിരെ ആക്രമണം കടുപ്പിക്കുന്നതും പാർട്ടിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സമീപ ആഴ്ചകളിൽ ബീഹാർ അധ്യക്ഷൻ ദിലീപ് കുമാർ ജയ്സ്വാൾ, ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി, ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡെ എന്നിവരെയാണ് പ്രശാന്ത് കിഷോർ ലക്ഷ്യമിട്ടത്. കിഷൻഗഞ്ചിലെ സിഖ് സ്ഥാപനമായ മാതാ ഗുജ്രി മെഡിക്കൽ കോളേജ് തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയെന്ന് ജയ്സ്വാളിനെതിരെ കിഷോർ ആരോപണമുന്നയിച്ചു. സാമ്രാട്ട് ചൌധരിയുടെ വിദ്യാഭ്യാസ രേഖകൾ വ്യാജമാണെന്നും ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡെയുടെ വകുപ്പ് ആംബുലൻസ് അഴിമതിയിൽ ഉൾപ്പെട്ടെന്നും 466 ആംബുലൻസുകൾ 28 ലക്ഷം രൂപ വീതം ഉയർന്ന വിലയ്ക്ക് വാങ്ങിയെന്നും മറ്റ് സംസ്ഥാനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇവ വാങ്ങിയെന്നും കിഷോർ കുറ്റപ്പെടുത്തി. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബിജെപി തള്ളിക്കളയുന്നു. ഐക്യത്തോടെയുള്ള എൻഡിഎയുടെ വലിയ പ്രചരണത്തിലൂടെ ഈ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ ഫലപ്രദമായി നേരിടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും സുതാര്യവും ആത്മാർത്ഥവുമായ നേതൃത്വത്തിലൂടെ കോട്ടങ്ങൾ പരിഹരിക്കുമെന്നും ബിജെപി സംസ്ഥാന നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ 38 ജില്ലകളിലും രവിശങ്കർ പ്രസാദ്, ഷാനവാസ് ഹുസൈൻ, രാജീവ് പ്രതാപ് റൂഡി, സഞ്ജയ് ജയ്സ്വാൾ, ഗുരുപ്രകാശ്, അജയ് അലോക് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും വക്താക്കളെയും ഇറക്കി എതിർ പ്രചരണങ്ങളെ നേരിടാൻ ബിജെപി ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. 243 നിയോജക മണ്ഡലങ്ങളിലും വിശദീകരണ യോഗങ്ങളും പ്രകടനങ്ങളും ജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കാനും 14 എൻഡിഎ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യ പ്രചരണത്തിലൂടെ എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടം ഉയർത്തിക്കാണിച്ച് അവ നിർവീര്യമാക്കാനാണ് നീക്കം. രാഹുലിന്റെ വോട്ടർ അധികാർ യാത്രയിൽ ഇത്രയും ജനം കൂടുമെന്ന് തങ്ങൾ കരുതിയില്ലെന്ന് ചില ബിജെപി നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ബിജെപിയുടെ ദൗർബല്യമാണ് ഇന്ത്യ സഖ്യ പ്രചരണം പച്ചപിടിക്കാൻ കാരണമെന്ന് മറ്റൊരു ബിജെപി നേതാവ് വിലയിരുത്തുന്നുണ്ട്.